എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഒരാശ്വാസമുണ്ട്. രമാദേവിയെ വീഴ്ത്താനുള്ള ശക്തിയൊന്നും ആ വിഷദ്രാവകത്തിനില്ലായിരുന്നു. യഥാർത്ഥ പ്രതി വെളിയിൽ കിടന്ന് കറങ്ങുമ്പോ റാങ്ക് വാങ്ങിയ എല്ലെല്ലമ്മിനും പഠിച്ച ഞാൻ അകത്തു പോകുന്നു തോന്നുന്നുണ്ടോ മാമ? മാമനൊന്നുമല്ല, അങ്കിൾ. രണ്ടും ഒന്ന് തന്നെ. പിന്നെ ഈ ജയിലിൽ പോകാൻ പോകുന്ന ആരാണെന്ന് നമുക്ക് കണ്ടറിയാം. ചിന്നു, നീ അത്തോ. ഇത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള അങ്കിള് അമ്മ ആശുപത്രിയിലായതിനു ശേഷം ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തത് തന്നെ സംശയത്തിന് വക നൽകുന്നുണ്ട്. അമ്മയ്ക്ക് വിഷം കൊടുത്തത് അങ്കിളാണോന്ന് സൂക്ഷിച്ചോ, ഇല്ലെങ്കിലേ ഉണ്ട തിന്നേണ്ടി വരും. ഉണ്ട. ഇനി അവരെല്ലാരും കൂടി എന്നെ അകത്താക്കോ? അമ്മയ്ക്ക് അവസാനമായിട്ട് ജ്യൂസ് കൊടുത്തത് ഈ നിൽക്കുന്ന ചിന്നുവാ. നീ ആ ജ്യൂസിൽ എന്താടി കളിക്കിയത്? പറയടി. മോളെ, ചന്ദ്രമ്മ, ചന്ദ്രമ്മ, എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്ന. ആരായാലും അങ്ങനെ സംശയിച്ചു പോവും മോളെ. അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനല്ല രമാദേവി മാഡത്തിന് വിഷം കൊടുത്തത്. അതെനിക്കറിയാം. നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്ന് ഈ ചന്ദ്രാമ്മയ്ക്ക് നന്നായിട്ടറിയാം. പക്ഷെ വേലക്കാരിക്ക് സംസാരിക്കാൻ അവകാശമില്ല. പറയുന്ന ജോലികൾ ചെയ്യുക. കിട്ടുന്നത് ശിക്ഷയായാലും ചീത്തയായാലും കയ്യും കെട്ടി നിന്ന് സ്വീകരിക്കുക. അത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. പക്ഷെ ഞാൻ ചന്ദ്രാമ്മയെ എന്റെ പെറ്റമ്മയെ പോലെ തന്നെയാ കാണുന്നത്. മനസ്സറിയാത്ത ഒരു തെറ്റിൽ നീ കുടുങ്ങിപ്പോയതാണെന്ന് എനിക്കറിയാം. പക്ഷെ ദൈവമുണ്ട് മോളെ. സത്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു നാൾ വരും. പക്ഷെ എന്റെ സങ്കടം ജയരാമൻ സാറിനെ പറ്റി ഓർക്കുമ്പോഴ എന്നെ സ്വന്തം മകളെ പോലെ കരുതിയത് അദ്ദേഹം. ഇനി ഞാൻ മുഖത്ത് എങ്ങനെ നോക്കും? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വിഷം നൽകിയവളാ ഞാനെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോയാ അതോടെ ഞാൻ തോറ്റുപോവില്ലേ ചന്ദ്രാമ്മ? ജയരാമൻ സാറ് നിന്നെക്കുറിച്ച് അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. നമ്മളെപ്പോലുള്ളവരുടെ മനസ്സ് കാണാനും നമ്മുടെ വേദന തിരിച്ചറിയാനുള്ള മനസ്സ് അദ്ദേഹത്തിനുണ്ട്. നീ തെറ്റുകാരിയല്ലെന്ന് ജയരാമൻ സാറിന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് നീ ഇപ്പോഴും കേസിൽ പെടാതെ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ മോളുടെ മനസ്സാകെ തകർന്നിരിക്കുക. കുറച്ചു നേരം വിശ്രമിക്കാൻ നോക്ക്. മനസ്സൊന്ന് തണുക്കട്ടെ. ചെല്ല്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ക്ഷീണമുണ്ട്. സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുമുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ.
ശരിയായ മെഡിക്കൽ ട്രീറ്റ്മെന്റും പ്രോപ്പർ ഫുഡും ആകുമ്പോ എല്ലാം ശരിയാവും. അപകടഘട്ടം കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല ഡോക്ടർ. പേടിക്കേണ്ടത് എന്നെ ഈ അവസ്ഥയിലാക്കിയവരാ. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. അതിനെന്താ, ഞാൻ അദ്ദേഹത്തെ വിളിപ്പിക്കാം. സിസ്റ്റർ, മിസ്റ്റർ ജയരാമനോടൊന്ന് വരാൻ പറയൂ. ശരി മാഡം. അമ്മേ, ദേവി, മരണമായി മല്ലിട്ട് കിടക്കുന്ന രമാദേവി മാഡം എന്റെ ആരുമല്ല. ഉപദ്രവങ്ങളെ തന്നിട്ടുള്ളൂ. പക്ഷെ ആ മാഡത്തെ രക്ഷിക്കണമെന്ന്, ഇല്ലെങ്കിൽ ആ മരണത്തിന് കാരണക്കാരി ഞാനാണെന്ന കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഞാൻ എന്റെ മരണം വരെ ജീവിക്കേണ്ടി വരും. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് എന്നെക്കാൾ നന്നായി അമ്മയ്ക്ക് അറിയാലോ. ആരെ ഉപദ്രവിക്കാനുള്ള മനഃശക്തിയൊന്നും എനിക്കില്ല. എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അവരെ മരണത്തിൽ നിന്നൊന്ന് കാത്തു രക്ഷിക്കണേ ദേവി. ദേ, ആളെത്തിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. പക്ഷേ അധികം സ്ട്രെയിൻ ഒന്നും എടുക്കരുത്. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഈ അവസ്ഥയിൽ സംസാരിക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഞാൻ അനുവദിച്ചെന്നേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. താൻ എന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു. രമേ, ഇപ്പൊ എങ്ങനുണ്ട്? കുഴപ്പമില്ല, ഒരാശ്വാസമുണ്ട്. രമാദേവിയെ വീഴ്ത്താനുള്ള ശക്തിയൊന്നും ആ വിഷദ്രാവകത്തിനില്ലായിരുന്നു. ഞാൻ തിരിച്ചു വരും. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. അതൊക്കെ ഇവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയിട്ട് മതി. ഇപ്പൊ താൻ റെസ്റ്റ് എടുക്ക്. ഡോക്ടർ പറഞ്ഞതുപോലെ അധികം സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മേ, രമാദേവി മാഡത്തിന് ആപത്തൊന്നും വരാതെ കാത്തു രക്ഷിക്കണേ.